അമ്പലം വരെ പോവാം. ഉണ്ണിയോട്ടുണ്ട്, ഉണ്ണിയോട്ട് രോഹിണിയാ. യാ ഉണ്ണിയോട്ടുണ്ട്. അതിന് ഞാനും നാരായണിയും പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. നൈറ്റ് ഇച്ചിരി കുറഞ്ഞ് പോയോ അമ്പലത്തിലോട്ടല്ലേ? പോ. ഇതിട്ടെടുത്തേ പിടിക്കാം. പിന്നെ എന്നെ എടുക്കണ്ടല്ലോ, ഞാൻ എന്നെ എടുത്തല്ലേ. കൂട്ടിയായിരുന്നല്ലോ. ഒക്കോ ഞാൻ വരിക. മുടി ഉണങ്ങാൻ വേണ്ടി അടിച്ചു വിട്ടതാടി. ഉണങ്ങട്ടെ. ഇന്നലെ കുറേ എണ്ണ തേച്ചു. പാലത്തെ കൂടെ ഓവർടേക്ക് ചെയ്ത് പോയേക്കുവാ. ഇതൊക്കെ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. വെള്ളമായല്ലേ ഒരുമാതിരി. കണ്ടോ കണ്ടോ വെള്ളമുണ്ട്. അല്ലേ തന്നെ തീരെ കുറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. നാരായണിക്ക് പാലത്തെ കൂടെ നടക്കാൻ പേടിയുണ്ടോ? ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാളും അവർക്കൊക്കെ ഇഷ്ടം മരം വെട്ടിക്കളയുന്നതാണ്. മനസ്സിലായില്ലേ? അവിടെ അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ഇരിക്കാറുണ്ടേ. അങ്ങോട്ടായിരിക്കും വിളിച്ച് വെട്ടിക്കളഞ്ഞേ. അമ്മേ കൃഷ്ണ. ഇന്ന് രോഹിണി നാളാണ്. ഇന്നിവിടെ ഉണ്ണിയോട്ടുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു. ഇവിടെ ദേവപ്രശ്നമൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഇവിടെ ഉണ്ണിയോട്ട് വേണമെന്നായിരുന്നു വിധി. ഇന്ന് ഫുഡൊക്കെ ഉണ്ടല്ലോ അടി. ആണ്ട അത് കണ്ടോ? ചിലങ്കധ്വനിയുടെ ആണോ? നാരായണനെ കാണേണ്ടതാണ്. എന്ത് ചെയ്യാൻ മതി. 10ാം ക്ലാസ് ആയപ്പം ക്ലാസ്സിന് നിർത്തിയായിരുന്നു. ആരൊക്കെ ഉണ്ടടി? നിനക്കറിയാവുന്ന പിള്ളേരല്ലേ? ഓക്കെ. നാരായണ ഡാൻസ് സ്കൂളിലെ പിള്ളേരാ. ഞാൻ എപ്പോഴും പറയത്തില്ല എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന്. അത് നിധി സുനീഷോ ഇവിടെ വെച്ച് എൻ്റെ ആറ്റി വെച്ച് എൻ്റെ കൂട്ടായിരുന്നെന്ന് പറഞ്ഞില്ല. നിധിയുടെ കാര്യം ആ നിധിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഒരുമിച്ച് ഒറ്റ നടന്നു പോയാ കിട്ടിയോ? ഇല്ലുണ്ടല്ലേ? അടിക്കണോ അത്? സാരില്ല എന്തായാലും
അതും കൂടെ പിടിച്ചാൽ മതി. അവരെ കൂടെ കിട്ടുമല്ലോ. ഒരു സെക്കൻഡ് ഓടിയോ അവിടെ പോയി സ്ഥലം ഭഗവത്സ്നാമത്തിലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താലും ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഭഗവത്ഗീത എന്താണ് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ അതെനിക്ക് നേടാൻ സാധിച്ചു. ഇപ്പം ഞാൻ ഭഗവത്ഗീതയുടെ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപികയും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടെയാണ്. എന്താണ് ഭഗവത്ഗീത? ആദ്യത്തെ നമ്മുടെ തുടക്കം അതായിരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. അപ്പം എല്ലാവരും ഒന്നിച്ച് ജപിക്കണം. എന്ത് ജപിക്കണം? ഭഗവാന്റെ നാമം ജപിക്കണം. അത് കഴിഞ്ഞാണ് ക്ലാസ് വരുന്നത്. ഓം സർവത്ര ഗോവിന്ദ രാമനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര ഗോവിന്ദ രാമനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ആരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം വിഘ്നേശ്വരായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഓം വിഘ്നേശ്വരം വിശ്വരൂപം കുംഭോദരം മനോഹരം സുന്ദരം കോമളാകാരം ഗണേശം ഗം നമാമ്യഹം. കൈലാസനാഥതനയം ഏകദന്തം ഗജാനനം കാലചന്ദ്രം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ ശരണം ദേവിയേ ശരണം. അമ്മേ ശരണം ദേവിയേ നമ്മൾ അനുഷ്ഠിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ തനതായ സത്തായതിനെ മുഴുവൻ വിദേശ രാജ്യത്തെ ആൾക്കാർ അടിച്ചുമാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇത് അടിച്ചുമാറ്റാനുള്ള സാഹചര്യം അവർ നമ്മുടെ ഭാരതത്തിൽ കൊണ്ടുവന്ന് ഈ വിടക്ക് സാധനങ്ങൾ രജോ ഗുണമുള്ള സാധനങ്ങൾ. പണ്ടൊക്കെ സ്ത്രീകൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവൾ ഗർഭിണിയാണെന്ന് അറിയുമ്പം മുതൽ ചില ആഹാര സാധനങ്ങൾ കൊടുക്കത്തില്ല. എന്താണ് കൊടുക്കാതിരിക്കുന്നത്? കാപ്പി രജോ ഗുണമുള്ളത്.
പിന്നെ കാന്താരിമുളക്, പുളിവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മത്സ്യം, മാംസം, മുട്ട ഇവയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ തലച്ചോറിന് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കും. അപ്പോൾ അത് ആ സമയത്ത് ഇത് കൊടുക്കത്തില്ല. അപ്പോൾ എത്ര മണിക്ക് ഉണരണം? നമ്മുടെ ശ്രീമദ് മഹാഭാഗവതത്തിൽ 5500 വർഷം മുമ്പ് വേദവ്യാസ മഹാമുനി എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഗ്രഹത്തിലും 5 മണി കഴിഞ്ഞ് ആരും കിടന്നുറങ്ങാൻ പാടില്ല. മനുഷ്യനായ നമ്മളാണ് ചിന്തിക്കാനും ചിരിക്കാനും കഴിവുള്ള മനുഷ്യർ പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കുന്നു. ഇന്നെനിക്ക് സ്കൂളിലും പോകണ്ട, ജോലിക്കും പോകണ്ട, ഒന്നും പോകണ്ട. എപ്പോൾ എഴുന്നേക്കും? 8 മണിക്കോ 10 മണിക്കോ തോന്നിയ സമയത്ത് എഴുന്നേക്കും. ഈ സർവ്വചരാചരങ്ങളും പക്ഷി മൃഗാദികളും എല്ലാം കൃത്യനിഷ്ഠത പാലിക്കുന്നുണ്ട്. ഭഗവാൻ 3 മണിയാകുമ്പോൾ ഉണർന്നെഴുന്നേറ്റ് ഔഷധ ഗുണത്തെ വർഷിക്കുന്ന ആ ഔഷധം നമ്മുടെ ശരീരത്തിലേക്ക് കയറണമെങ്കിൽ നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുക. ഗൃഹനാഥയാണേലും ഗൃഹത്തിലെ എല്ലാ അംഗങ്ങളും ഉണർന്നിരിക്കുകയും മുൻവശത്തെ വാതിൽ തുറന്നിടണം, ജനലുകൾ തുറന്നിടണം. ഈ നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോവുകയും പോസിറ്റീവ് എനർജി അകത്തേക്ക് വരാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാത്ത കുറേ ഔഷധങ്ങൾ സൂര്യ ഭഗവാൻ വർഷിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെല്ലുമ്മ അല്ലെ വെല്ലിച്ചൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെൺപിള്ളേരോട് എന്തു പറയും? കിഴക്കുന്നു പടിഞ്ഞാറോട്ട് മിറ്റമടിക്കാൻ പറയും. അതിൻ്റെ തത്വം എന്താണെന്ന് അവർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പഠന വിധേയമാക്കിയപ്പോൾ എന്താണ് തത്വം? ഈ പെൺകുട്ടികൾക്ക് ഒരു എക്സസൈസും ആകും, ആ മുറ്റവും പരിസരവും വൃത്തിയാകും. അപ്പോൾ അവൾ കുനിഞ്ഞു നിന്ന് ഈ ചൂല് കൊണ്ട് മിറ്റം കിഴക്കുന്നു പടിഞ്ഞാറേക്ക് അടിക്കുമ്പോൾ അവരുടെ ബോഡി ഷേപ്പിനൊരു ഇത് വരും, വേറെ രോഗങ്ങൾ വരാതിരിക്കാനുള്ളൊരു ശാസ്ത്രമായിരുന്നത്. അത് ഈ പറയുന്ന നമ്മുടെ കാരണന്മാർക്കൊന്നും അറിയത്തില്ലായിരുന്നു അതെന്താണ് ചെയ്യുന്നത്. ഈ രാവിലെ പെൺകുട്ടികളെ കൊണ്ട് മിറ്റം അടിപ്പിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമായ വശം ഇതായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കഴിവതും ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 5 മണി കഴിഞ്ഞ് ആരും കിടന്നുറങ്ങാൻ പാടില്ല. കഴിവതും നേരത്തെ എഴുന്നേൽക്കുക. എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യണം? നമ്മുടെ പല്ലും വായും മുഖവും കഴുകണം. മുഖവും പല്ലും വായും കഴുകിയിട്ട് എവിടെയാണോ ഒരു യഥാർത്ഥ സ്ഥാനത്തിരുന്ന് ഒരു 2 മിനിറ്റെങ്കിലും, ഒന്നെങ്കിൽ അമ്മേ നാരായണ എന്നോ, അല്ലെ ഹരേ കൃഷ്ണ എന്നോ, അല്ലെ ഓം നമോ നാരായണ എന്നോ, അല്ലെ മുരുകാന്നോ ഷൺമുഖാന്നോ എന്തെങ്കിലും ഒരു മന്ത്രം നമ്മൾ ജപിക്കണം. അതിനുശേഷം നമ്മൾ അടുക്കളയിലേക്ക് പ്രവേശിക്കാൻ പോവുക. അടുക്കളയിലേക്ക് കയറുമ്പോൾ ആ അടുപ്പും പാദമൊക്കെ ഒന്ന് തൂത്ത് തുടച്ച്, ഒരു തുണിയോ എന്തെങ്കിലും നല്ലൊരു ചൂടോട് തൂത്ത് തുടച്ചതിന് ശേഷം ആ ചാമ്പൽ വാരി മാറ്റിയതിന് ശേഷം ഒരു 3 തുള്ളി വെള്ളം ആ അടുപ്പിലേക്ക് ഇങ്ങനെ ഇറ്റിക്കണം. ഇറ്റിക്കുമ്പോൾ അതിലെ ചാരം നമ്മുടെ ദേഹത്തേക്ക് പതിക്കും. അത് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും. ഇതിന് ശേഷം മാത്രമേ ഈ അടുപ്പിൽ കൊണ്ടുപോയി സാധനം വെക്കുക. ഇപ്പം എല്ലാവർക്കും ഗ്യാസാണ്, സമ്മതിച്ചു. ഈ ഗ്യാസ് വെക്കുമ്പോഴും നമ്മൾ അനുഷ്ഠിക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന്. എന്തുകൊണ്ടാണ് ഭോജനമന്ത്രം 5500 വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസ മഹാമുനി ആ മന്ത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഈ തിരുമേനിമാരെന്ത് കാണിക്കും? ഷോർട്ട് ഫോം ഇത് ചൊല്ലാണ് താമസം കൊണ്ടെന്ന് കാണിക്കും. 4:24 എന്ന് പറയും. 4-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകമാണ് ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓം സകനാഭവതു സകനോമൃത്തു സകവീരം കരവാവൈ തേജസ്നാമക്കസ്തിൻ എന്ന് പറഞ്ഞാൽ, അല്ലയോ ഭഗവാനെ, ഞാൻ ഈ കഴിക്കുന്ന ആഹാരങ്ങൾ എൻ്റെ മനസ്സിനും ശരീരത്തിനും എൻ്റെ ജീവിത കാര്യങ്ങൾക്കും ഉതകുമാറാകണമേ എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗീതയെ പറ്റിയാണ്. ഗീത എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയിടാൻ പറ്റാത്ത ഒരു സംഹിതയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾക്ക് അർത്ഥവ്യാപ്തികൾ ഒരിക്കലും മായ്ക്കാനോ മറയ്ക്കാനോ അത്രയും ഉത്തമമായൊരു ശാസ്ത്രമാണ് ഗീതാശാസ്ത്രം. ഇപ്പം നമ്മൾ ആദ്യം എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. എല്ലാവരെയും പരിചയപ്പെട്ടതിന് ശേഷം വേണമല്ലോ ഇത് തുടങ്ങാം. അപ്പം നമ്മൾ എവിടെ താമസിക്കുന്നു, പേരെന്താ എന്നൊന്ന് അവിടെ നിന്ന് തുടങ്ങാം. ഒന്ന് പറഞ്ഞ്. ഞാനോ? എൻ്റെ പേര് ജയപ്രഭ. ഞാൻ ഈ മുളങ്കയത്ത് താമസിക്കുന്നു. ഞാൻ പ്രീത. ഇവിടെ അടുത്ത് തന്നെയാണ്. ഗീത തിരുവനന്തപുരം. എൻ്റെ പേര് രമണി. ആദ്യം വെളുപ്പിനെ ഉണരണം.
പഠിക്കണം. എന്തുകൊണ്ടാണ് പരിശുദ്ധ മഹാരാജാവിന് ഈ നമ്മുടെ ശ്രദ്ധയുള്ളവരോട് മാത്രമേ ഈ ശാസ്ത്രങ്ങൾ പറയാവുള്ളൂ എന്നൊരു വിധിയുണ്ട്. അത് അവിടെ നിന്ന് വായിക്കുന്നു അല്ല പറയുന്നു. അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവരുടെ മുന്നിൽ പറയാൻ പാടില്ലെന്നുണ്ട് ഈ ശാസ്ത്രം. കാരണം വേദവ്യാസ മുനി ഈ ശ്രീമദ് ഭാഗവതം വിവരിക്കുമ്പോൾ ഒരു കുളിക്കടവിൽ നല്ല യൗവനയുക്തയായ കുറേ പെൺകുട്ടികൾ അവിടെ കുളിച്ചിട്ട് രാസലീലകൾ ആടുന്നുണ്ട്. അപ്പോഴാണ് അത്രയും യൗവനയുക്തയായ ഒരു ആള് ആ തീരത്തോട് കടന്നുപോയി. അദ്ദേഹം അങ്ങോട്ട് നോക്കിയില്ല. അതേസമയത്ത് അതിലേക്ക് ആസക്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പ്രായഭേദമില്ലാതെ ആ കുളിക്കുന്ന കടവിലേക്ക് നോക്കിപ്പോകും. ശ്രദ്ധയുള്ള ഒരാൾ ഇദ്ദേഹത്തിന് ഇതേ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നടന്നു. അതുകൊണ്ട് അദ്ദേഹം നോക്കില്ല. അപ്പോൾ ആ ശ്രദ്ധയുള്ളവരോട് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാം. ഭാഗവതം ചർച്ച ചെയ്യാവുള്ളൂ, കേൾക്കാൻ ശ്രദ്ധിക്കാൻ എന്നൊക്കെ ഉണ്ട്. പുരാണത്തിൽ ഇത് എഴുതി ഞാൻ വെറുതെ പറയുകയല്ല. ഭഗവാന്റെ അനുജ്ഞയോടുകൂടി വേദവ്യാസ മുനി 5500 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുന്ന ശ്രീമദ് മഹാഭാഗവതത്തിലുള്ള കാര്യമാണ്. അപ്പം നമ്മൾ രാവിലെ എത്ര മണിക്ക് ഉണരണം? ഇന്നു മുതൽ കഴിഞ്ഞു. ഇന്നു മുതൽ എല്ലാവരും 5 മണി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങരുത്. നമുക്ക് തന്നെയാണ് പ്രയോജനം, വേറെ ആർക്കുമല്ല. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാതെ ഔഷധം കിട്ടുന്ന സമയമാണ് ഈ സമയം. 3 മണിക്ക് ഉണരണമെന്നാണ്, ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരണമെന്നുണ്ട്. വേണ്ട, അത് പോട്ടെ. 5 മണിക്കെങ്കിലും എല്ലാവരും ഉണർന്നിരുന്ന് കഴിവതും. എനിക്ക് ഈ സ്വാമി ഉദിത് ചൈതന്യാദി ചാലക്കുടിയിലെ ആശ്രമത്തിൽ ഞാൻ വല്ലപ്പോഴും പോകാറുണ്ട്. ഞങ്ങൾ ചെല്ലും, ഞങ്ങളോട് ഒരു ഉപദേശം സ്വാമിജി പറഞ്ഞു തരും. പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ഈ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരോട് കുറേശ്ശെ അതൊന്ന് നിർത്താൻ പറഞ്ഞു ഒന്ന് ആഹ്വാനം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അതിൻ്റെ പ്രയോജനം നമുക്ക് തന്നെയാണ്. കാരണം ഈ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് എന്താഹാരങ്ങൾ കഴിക്കണ്ട എന്നൊക്കെ നമ്മൾ വിലയിരുത്തിയായിരുന്നു. അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, പുകയില. ഈ എല്ലാവരും ചോദിക്കും മുറുക്ക് നല്ലതല്ലേ? മുറുക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ്റെ തലച്ചോറിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷമാണ് ഈ മുറുക്കാൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് കഴിവതും ഗർഭിണികൾ ഈ മുറുക്കെന്ന് പറയുന്ന സാധനം ഉപേക്ഷിക്കണം. ഇങ്ങനെയുള്ള നല്ല കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തുടക്കമായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞു തന്നു. നാളെ മുതൽ നമ്മളാരും 8 മണി കഴിഞ്ഞോ അല്ല 10 മണി കഴിഞ്ഞോ കിടന്നുറങ്ങരുത്. എനിക്കിന്ന് സ്കൂളിലും പോകണ്ട, വേറെ ജോലിക്കും പോകണ്ട. ഞാൻ 10 മണിക്ക് ഉണരുന്നുള്ളൂ. നമ്മളാണ് മനുഷ്യരാണ് അലസമായിട്ട് ജീവിക്കുന്നത്, പരിസ്ഥിതിക്ക് എതിരായിട്ട് ജീവിക്കുന്നത് നമ്മളാണ്. പക്ഷെ സർവ്വ ചരാചരങ്ങളും പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അവരാ കൃത്യമായിട്ട് എഴുന്നേറ്റിരിക്കും. അപ്പോൾ അത് പോട്ടെ. അപ്പം ഞാനിതിൻ്റെ തുടക്കമായിട്ട് ഈ ഭഗവത്ഗീതയുടെ വന്ദന ശ്ലോകമാണ് നിങ്ങളുടെ മുമ്പിൽ ആശംസിക്കാൻ പോകുന്നത്. ഒരു കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം, കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം, കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ മുകുന്ദ ഹരേ മുരളീധര ഹരേ നാരായണ ഹരേ കൃഷ്ണ. എല്ലാ കൂട്ടം ആയില്ലായിരുന്നു. ഗീത ഇവിടെ നിൽക്കൂ. കാക്ക കുത്തരുത്. ഗീത ഇവിടെ നേരെ നിൽക്കും. ഗീത ഞാനും കൂടെ കുട്ടിയെടുക്കും. ഉണ്ണിയൂട്ടും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലോട്ട് പോകണം. ഷാമ്പൂയിൽ കൊള്ളാതെ കുറച്ച് എന്ത് ചെയ്യുന്നു കാണിക്കറി
പായസം എടുത്ത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഇതൊന്നും ഇല്ലായിരുന്നു, പാത്രമൊന്നും ഇല്ലായിരുന്നു. അടുത്ത പ്രാവശ്യം ഒരു പാത്രമായിട്ട് വരണം അല്ലേ. ഒത്തിരി ഉണ്ണിയിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ കടകളിലൊക്കെ ജോലി ചെയ്യുന്നതും ഓട്ടോ ഓടിക്കുന്നവരും ഒക്കെ എല്ലാവരും ഇവിടെ ആ സമയത്ത് എല്ലാവരും ഇതുപോലെ ഇവിടെയുള്ള അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളൊക്കെ ഇതുപോലെ വരും. ആഹാരമൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് സന്തോഷത്തോടെ